നമസ്കാരം. പ്രത്യുശിവസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്നുള്ളത് തിരുവിൽപ്പാറ ശ്രീരാമസ്വാമി ക്ഷേത്രമുണ്ട് കോങ്ങാട്. അതിനടുത്തായിട്ട് തന്നെ ഒരു നൂറ്റാണ്ട് കാലം പഴക്കമുള്ള ഒരു പുരാതനമായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിലാണ് ഇന്നുള്ളത്. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ടൊരു ആഗ്രഹമാണ് ഞങ്ങൾ തിരുവിൽപ്പാറ വരുന്ന സമയത്ത് ഈ ക്ഷേത്രം ഒന്ന് ദർശിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്രാവശ്യമാണ് നമുക്കൊരു അവസരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാസത്തിൽ 30 വ്യാഴം ദിവസം മാത്രമേ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ വിശേഷങ്ങൾ, ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയുടെ പങ്കുവയ്ക്കാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികളെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഞങ്ങളുള്ളത് കോങ്ങാട്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച തിരുവിൽപ്പാറ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് വരാറ്. അപ്പോൾ ഇപ്രാവശ്യം വന്ന സമയത്ത് ഇന്ന് 30 വ്യാഴമാണ്. ഇന്ന് നേരത്തെ നട അടച്ചു. ഇപ്പോൾ ഇവിടെ അടുത്തൊരു വിഷ്ണുക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടേക്കാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ ഒരു വിഷ്ണുക്ഷേത്രത്തിലേക്ക് വരുന്നത്. കുറേ ആയിട്ട് വരണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാടിനുള്ളിലൂടെയുണ്ട് ഈ ക്ഷേത്രം. ഒരു വലിയൊരു പാറയുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിലൂടെ പാറ കാണാം. നമ്മുടെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ താഴത്തായിട്ട് തന്നെയാണ് ഈ അമ്പലമുള്ളത്. അതായത് ഈ പാറ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ക്ഷേത്രമാണ്. അതിൻ്റെ ഗ്യാപ്പിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. കുറേ കാലപ്പഴക്കമുള്ള ഒരു വിഷ്ണുക്ഷേത്രമാണ്. ഓക്കെ, അപ്പോൾ അതിപുരാതനമായിട്ടുള്ള ആ ക്ഷേത്രത്തിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വഴിയൊക്കെ വളരെ ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് വരുന്നത്, നമുക്ക് പരിചയമില്ല. അപ്പോൾ ഇവിടെ അടുത്ത ഒരു വീട്ടിൽ ചോദിച്ചപ്പോഴാണ് ഇതിലേ പോയാൽ മതി ക്ഷേത്രത്തിലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അമ്പലം എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ പോകുന്നൊരു വഴിയാണ്. ഇന്നിപ്പോൾ ഇവിടെ നല്ല പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേക പൂജകൾ ആകെ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഇവിടെ പൂജയുള്ളൂ. അത് 30 വ്യാഴത്തിനാണ്. അപ്പോൾ ഇന്ന് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂജകളെല്ലാം കഴിഞ്ഞ് നടയടച്ച് തിരുമേനി വളരെ നേരത്തെ തന്നെ ഇവിടേക്ക് വരും. അപ്പോൾ ഞങ്ങൾ ഏകദേശം എത്തുന്നതിൻ്റെ ആ ഒരു ടൈമിലായിരിക്കും അദ്ദേഹം എത്തുക. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ വഴി. ഇത് മൊത്തം പാറയാണ്. കണ്ടത് മുഴുവൻ കാടാട്ടോ. ഇവിടെ ഒരു വിജനമായ കാടാണ്. ഈ കാടിന് നടുവിലായിട്ടാണ് ക്ഷേത്രം. അയ്യോ, മഴ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. കണ്ടോ, നമ്മൾ എത്താറായിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്, പൂജ കഴിക്കുന്നതൊക്കെ. ഇപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം. യെസ്, നല്ല നടവഴി കാണുന്നുണ്ട്. അപ്പോൾ ഈ നടവഴി കൂടെ തന്നെ നമുക്ക് യാത്ര ഇരിക്കാം. ഇപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കണം ക്ഷേത്രം എന്നാണ് ഒരു പ്രതീക്ഷ. അതെ അതെ അതെ, നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഡെസ്റ്റിനേഷൻ കറക്റ്റാണ്. ഇതാണ് ആ മഹാവിഷ്ണു ക്ഷേത്രം. ആ ചെരുപ്പൊക്കെ ഊരിയിട്ട് ഉള്ളിലേക്ക് കയറാം. ഇവിടെ 1-2 അമ്മമാരും ഒരച്ഛൻ മാത്രമേ ഉള്ളൂ പൂജ കഴിക്കാൻ. ആ ടൈമിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത്. തിരുമേനി ഇപ്പം വന്നിട്ടുണ്ട്. അവിടുത്തെ തിരുവിൽപ്പാറയിലെ പൂജ കഴിഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രം, മഹാവിഷ്ണു ക്ഷേത്രമാണ്. അതെ, ഏതാണ്ട് ഈ ക്ഷേത്രം ഒരു 500 വർഷം മുമ്പേ പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് പൂർവികമായിട്ട് നമ്മുടെ കാരണവന്മാർ അവർ ബ്രാഹ്മണന്മാരായിരുന്നു. അവർ നമുക്ക് ഏൽപ്പിച്ചു തന്നാണ്. അവരുടെ ഭൂമിയായിരുന്നു ഇതിന് 4 പുറം. അപ്പോൾ അത് നോക്കി നടത്തുമ്പോൾ അതിന് ഒരു വർഷത്തിൽ 140 പറ നെല്ലായിരുന്നു കൊടുത്തിരുന്നത് അന്നത്തെ കാലത്ത്. കൂലി ഒരു ബ്രാഹ്മണൻ വരും, പൂജിക്കാൻ വരും.
അവർ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യം പൂജ ചെയ്തു ഉച്ച വരെ. അല്ല, ഉച്ചയുടെ മുമ്പ് ഒരു പ്രാവശ്യം വരും ഒരു പൂജാരി. അങ്ങനെ ആയിരുന്നു അത് കുറേ കാലം. അപ്പോൾ അവർക്ക് 6 മാസം കൂടും 70 പറ നെല്ല് ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് കൊടുക്കും. പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 70 പറ, അങ്ങനെ ഒരു 140 പറ നെല്ല് ഒരു വർഷത്തിൽ കൊടുക്കും. അതുകൊണ്ടായിരുന്നു ഇതിന് നിത്യതേന ചിലവൊക്കെ നടന്നു പോയിരുന്നു. ഇപ്പം അതില്ല, ഒക്കെ നിന്ന് പോയി. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടി തിരിച്ചിട്ട് മാസത്തിലൊരു പൂജ നടത്തുകയാണ്. ഈ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു കല്ല് കിടപ്പുണ്ട്. ഈ കല്ലിൽ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ഇതുവരെ വായിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇതൊരു പ്രത്യേക ലിപി ആയിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. കാരണം കുറെ കാലം മുമ്പ് ഉണ്ടായിരുന്നതാണ് അത്രേ. അപ്പോൾ ആർക്കും ഇതൊരു വായിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തിരുമേനി നോക്കുന്ന സമയത്ത് ഉള്ളിൽ മുഴുവനും ഉറുമ്പാണ്. അപ്പോൾ ആ ഉറുമ്പെല്ലാം വെള്ളം ഒഴിച്ച് കഴുകിയ ശേഷം മാത്രമേ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ച് അത് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തിരുമേനി. അപ്പോൾ കൂടെ സഹായിക്കാൻ അമ്മമാരും അദ്ദേഹമുണ്ട്, ആ ചേട്ടനുണ്ട്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് തോന്നിയത് ഫുള്ളും കല്ലിലാണ് ഈ അമ്പലം ചെയ്തിട്ടുള്ളത്. മുകളിൽ സ്ലാബ് പോലെ ഇട്ടിരിക്കുന്നത്. ഇവര് ചെറിയ പണികൾ ചെയ്തു വന്നത് മുന്നിലുള്ള ഒരു ഷീറ്റും അതുപോലെ മുകളിൽ ചെറിയൊരു കോൺക്രീറ്റ് പോലെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതെല്ലാം അതിപുരാതന കാലത്തെ അവശേഷിപ്പുകൾ തന്നെയാണ്. ആ കെട്ടും കാര്യങ്ങളും തറ മുതൽ മുകൾ വരെയുള്ളതെല്ലാം ആ ഒരു പഴയ കാലത്തെ അവശേഷിപ്പുകളാണ്. ഇവിടെ ഇപ്പൊ പൂജക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ പൂജ കഴിഞ്ഞാൽ പിന്നെ ഉച്ച വരെയും പൂജയാണ്. ഏകദേശം ഒരു 12:30 വരെയും പൂജയാണെന്നാണ് പറഞ്ഞത്. ഇത് ശരിക്കും മന്നാട്ട് ഇല്ലം എന്ന് പറയുന്നത് വെള്ളിനേഴിലുള്ള മന്നാട്ട് ഇല്ലത്തുള്ള ആൾക്കാരുടെയാണ് ഈ ഒരു ക്ഷേത്രവും അതുപോലെ ഈ സ്ഥലങ്ങളൊക്കെ. പണ്ട് കാലത്ത് ഇവർക്ക് കൊടുത്തതാണ്. ഏകദേശം 40 സെന്റോളം അവർ നോക്കാൻ കൊടുത്താണെന്ന് പറഞ്ഞത്. ഈ ക്ഷേത്രത്തിന്റെ അടുത്തുള്ള ഒരു മരമാണ് കേട്ടോ. മരം എന്ന് പറഞ്ഞാൽ ഇതിലെല്ലാ മരങ്ങളും പടർന്ന് കിടക്കുകയാണ്. ഒരു ആലുണ്ട്, അതുപോലെ മറ്റേതൊക്കെയോ വൃക്ഷങ്ങൾ ഇതിലേക്ക് പടർന്ന് വള്ളിയായി കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു തിട്ടും കാണാം. എന്തായാലും ഒരു ചുറ്റും തിട്ടൊക്കെ കെട്ടിയിട്ട് കാലങ്ങൾക്ക് മുമ്പ് സംരക്ഷിച്ചായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു പ്രകൃതിയുടെ ഒരു അത്യപൂർവമായ ഒരു കാഴ്ച എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അത്രയും മനോഹരമായിട്ടുണ്ട് ഈ ഒരു പ്രദേശം. ഇപ്പോൾ നമുക്കിവിടെ പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിരുമേനി പൂജ ചെയ്യാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു മന്നാട്ട് ഇല്ലത്തുള്ള ആൾക്കാർ കൊടുത്താണെന്നുള്ളത്. പണ്ട് ഭൂപരിഷ്കരണ നിയമം വന്ന സമയത്താണ് ഈ 40 സെന്റ് അവർ ഈ ജന്മിക്കുടിയാൻ വ്യവസ്ഥയിൽ ഇവർക്ക് പാട്ടത്തിന് കൊടുത്തത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടതായിരുന്നു ഈ ക്ഷേത്രം. അന്ന് മുതൽ ഇവർ ക്ഷേത്രങ്ങളും ഇവിടുത്തെ പൂജകളും എല്ലാം കൃത്യമായി കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ഒരു ക്രയവിക്രയം നടത്താനൊന്നും കഴിയില്ല. ആ ഭൂമി ഇപ്പോഴും അവരുടെ പേരിൽ തന്നെയാണ്. അവർ വർഷത്തിൽ ഒരിക്കലൊക്കെ ഈ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോകാറാണ് പതിവ്. ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഈ ക്ഷേത്രം പരിപാലിക്കുന്ന, ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതൊക്കെ ഇവിടെയുള്ള സമീപവാസികൾ തന്നെയാണ്. അപ്പോൾ ഒരു മാസത്തിൽ ഒരിക്കൽ മുപ്പട്ട് വ്യാഴത്താണ് ഇവിടെ പൂജയുള്ളത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ ഈ ഒരു ക്ഷേത്ര സംബന്ധമായിട്ട് വരാനൊക്കെ ശ്രമിക്കുക. കാരണം അടിപൊളിയായിട്ടുള്ളൊരു വൈബാട്ടോ ഇവിടെ ഉള്ളത്. രാവിലെയൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ലൊരു കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മാസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന മുപ്പട്ട് വ്യാഴം ആ ദിവസം മാത്രമേ ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ദിവസം വന്നാലേ ക്ഷേത്രത്തിൽ തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പ്രകൃതി ഇഷ്ടമുള്ള ആൾക്കാർ, നല്ല അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ, സീ യു.